എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഷാജിദയുടെയൊക്കെ പിന്നാലെ ആയിരുന്നു. അപ്പോൾ അതിന് ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസവും നമ്മൾ ഞെട്ടലോട് കൂടിയാണ് വാർത്തകൾ മൊബൈൽ തുറന്നിട്ടായാലും പത്രം നോക്കിയിട്ടായാലും എങ്ങനെയായാലും ഒരു ഞെട്ടലോട് കൂടിയല്ലാതെ നമുക്ക് ഒരു വാർത്തയും നോക്കാനോ വായിക്കാനോ ഒന്നും പറ്റുന്നില്ല. ശരിക്കും പേടിച്ചിട്ട് ഫോൺ പോലും തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, നമുക്ക് പുറത്തോട്ടൊന്ന് പോകണമെങ്കിൽ പോലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പോലും മനസ്സ് ആളലോടുകൂടി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കെയർ ചെയ്ത് നിന്നാലും എത്ര ശ്രദ്ധിച്ചാലും എപ്പോഴാണോ ഏതെങ്കിലും ഒരു വാഹനം ചീറി പാഞ്ഞു വന്ന് ദേഹത്തൂടെ ഇടിക്കുകയോ വീഴുകയോ മറിയുകയോ ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടായിരുന്നു നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം. ആ 4 ശരിക്കും പറയുകയാണെങ്കിൽ 5 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുന്ന ആ ഒരു ടൈമിൽ അവർ വളരെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു വലിയൊരു ലോറി വന്നിട്ട് ഈ കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണതും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തെന്നി മാറിയത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 4 പെൺകുട്ടികളും നിന്ന ദിപ്പിൽ നമ്മളെ എല്ലാവരെയും സങ്കടക്കടലിൽ ആഴ്ത്തിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടികളുടെ വീട്ടിൽ ആ കുട്ടികളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒന്നും കണ്ണുനീര് ഇതുവരെയും തോർന്നിട്ടില്ല. അതൊരിക്കലും തോരത്തുമില്ല. എത്രയാണെങ്കിലും അത് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ എന്നും ഒരു കരടായിട്ട് തന്നെ നിൽക്കും. ഒരിക്കലും ഒരു ബാപ്പയ്ക്കായാലും ഉമ്മയ്ക്കായാലും ഒരിക്കലും അത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുകയാണ്. കാരണം ഓരോ ദിവസം തോറും ഈ പെരുകുന്ന ആക്സിഡൻറ്റുകൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഒന്ന് ഓർത്ത് നോക്കൂ. അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിന് സാഹചര്യങ്ങൾ ചിലപ്പോൾ അതായത് ആക്സിഡൻറ്റ് വഴി ആരെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ കൊലക്കുറ്റത്തിന് തന്നെ അവരെ ജയിലിലടയ്ക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് ശ്രദ്ധയൊക്കെ ഉണ്ടാവൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പറയും പോലെ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ആരുടെയെങ്കിലും നെഞ്ചാമുടിയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇവർക്ക് തീർച്ചയായും അവരെ വധശിക്ഷ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരാനായിട്ട് ഉള്ള കാര്യമെന്ന് വെച്ചാൽ ശരിക്കും സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ചെറിയൊരു രീതിയിലുള്ളൊരു ബോധവൽക്കരണം കൂടി ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിന്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സോട്, അതായത് 10-22,000 അടുപ്പിച്ചുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ കാര്യമാണ് എനിക്ക് ഇവിടെ ഞാൻ പറയാനായിട്ട് വരുന്നത്. എന്തായാലും അതായത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും മക്കളുള്ളവരാണ്. അതുപോലെ കുടുംബത്ത് വേണ്ടപ്പെട്ട ബന്ധുക്കളും എല്ലാവരും ഉള്ള ആളുകളാണ്. അവർ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കുട്ടികളാണെങ്കിലും വീട്ടിലുള്ള ആണുങ്ങളാണെങ്കിലും അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആദിയാണ്. കാരണം നമ്മൾ മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അമ്മാതിരി ആക്സിഡൻറ്റുകളാണ്. വീടിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരു ലോറി ഒരു വീടിനകത്ത് മതിലും പൊളിച്ചിട്ട് അകത്തേക്ക് ഇടിച്ച് കയറി ചെല്ലുന്ന ഒരു കാഴ്ച ഇല്ലേ, നമ്മൾ പലരും കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാഴ്ചകളും, അതുമാത്രമല്ല വെയിറ്റിംഗ് ഷെഡിനകത്ത് മനുഷ്യർ സുരക്ഷിതരല്ല എന്നുള്ളതാണ് അല്ലേ. വാഹനങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, വാഹനങ്ങൾ ബസ് സ്റ്റോപ്പ്, ആ ഭാഗത്ത് വെയിറ്റിംഗ് ഷെഡ് പോലും ഇടിച്ച് തകർത്ത് വാഹനങ്ങൾ കയറി ചെല്ലുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും, അതായത് ടൂറിസ്റ്റ് ബസ്സിനെ പോലും ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് നോക്കുന്ന ബൈക്ക് യാത്രികരെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ടൂറിസ്റ്റ് ബസ് മാത്രമല്ല, സാധാരണ പ്രൈവറ്റ് ബസ്സുകൾ വരുമ്പോൾ തന്നെ, പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വരുന്നത്. ആ ബസ്സുകൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ
അവരെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ബൈക്കിൽ പോകുന്ന പയ്യന്മാർ മാത്രമല്ല, ഇപ്പോൾ കിളവന്മാരാണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് പോയി കാര്യങ്ങൾ നടത്തണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷ. എൻ്റെ അച്ഛനും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പല ആളുകളും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ എന്താണ്, ഈ 3 ബീലേ അതിന് ഉള്ളു എന്നുള്ളൊരു കാര്യം പോലും മറന്നിട്ടുള്ള ഓടിപ്പാണ്. അതിന് പെട്ടെന്നൊന്ന് ചരിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പോലും കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകും എന്നുള്ള ധാരണ പോലും ഇല്ല. കാരണം 3 ബീലേ ഇതിനുള്ളൂ. ആ ഒരു ബോധം പോലും ഇല്ലാതെ ഓട്ടോറിക്ഷ പോലും മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ വലിയ വലിയ അപകടങ്ങളിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. എന്തല്ലേ? ഒരുപാട് വാഹനപ്പെരുപ്പമുണ്ട് ഇപ്പോൾ. 4 വരി 5 വരിയും 10 വരിയൊക്കെ എന്താണ് റോഡ് കെട്ടിപ്പൊക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല സർക്കാരെ. ഈ മനുഷ്യരുടെ ഈ വാഹനങ്ങൾ ഇങ്ങനെ പെരുകി വരുന്നതിൽ മാത്രമല്ല, ഈ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുന്നതിനെതിരെ കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവരണം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കണം. എന്നാൽ മാത്രമേ പല കാര്യങ്ങളിലും നമുക്കിടയിൽ ശിക്ഷാരീതികൾ ദുർബലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഒന്നിനും പേടിയില്ല. നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നോർമലി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഒരാൾ മരണപ്പെട്ടാൽ പോലും അതിന് കാരണക്കാരനാകുന്നവന് വധശിക്ഷ കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതേസമയം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള മൊത്തത്തിലുള്ള അവസ്ഥ ഏത് രീതിയിലാണ്? എന്താ ഇവിടത്തേക്ക് ഒരു പോക്ക്? ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ആക്സിഡൻറ്റ് ഏറ്റവും അധികം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതും ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വന്ന വാഹനപ്പെരുപ്പം തന്നെയാണ്. എല്ലാ വീടുകളിലും 2ഉം 3ഉം കാറുകളുള്ള വീടുകൾ ഒരുപാടാണ്. കാറ് 2, 3, 10 വരട്ടെ, അതിലൊന്നും അല്ല കാര്യം. ഇത് ഓടിക്കുന്നതിന് ഒരു നിയന്ത്രണമില്ല, ഒരു മര്യാദയില്ല. ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിരിക്കണം. അതായത് BP, ഷുഗർ ഇതൊക്കെ ഉള്ള ആളുകളുണ്ട് നമുക്കിടയിൽ. ഹൈ BP പറയുന്നതിനെ വെച്ച് ഹൈ BP ആവുക, പെട്ടെന്ന് ലോ പ്രഷർ ഉണ്ടാവുക, അതല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞിട്ട് ദേഹം കുഴഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ഒപ്പം ആരെങ്കിലുമൊക്കെ കൂട്ടണം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ ഒരിക്കലും വാഹനം ഓടിക്കരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്കും പല ആവശ്യങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും കാശ് കൊടുത്ത് വീട്ടിൽ ഡ്രൈവറെ ഒന്നും വെക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനും വീട്ടിൽ മറ്റാരും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും വയ്യായിക തോന്നുകയാണെങ്കിൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് വയ്യായിക തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തോട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ആളുകളാണെങ്കിൽ വാഹനത്തിനകത്ത് കുറച്ച് മിഠായിയോ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മധുരങ്ങൾ എന്തെങ്കിലും കരുതിയിരിക്കുക. ഇടയ്ക്കൊക്കെ ഓരോന്നെടുത്ത് വായിലിടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഹൈ BP ആവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. ടെൻഷനില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓരോറ്റ മനുഷ്യരും, ഇനി ഹൈ BP ഉള്ള ആളുകളായാലും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും, ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾ, ചിലപ്പോൾ വീട്ടിൽ ഭാര്യയായിട്ട് ലഹള ഉണ്ടായ കാര്യമായിരിക്കും, ചിലപ്പോൾ കടബാധ്യതകളെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ഡീലിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായാലും, എന്ത് കാര്യങ്ങളായാലും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊന്നും ചിന്തിക്കാതിരിക്കുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പാട്ടിട്ട് വാഹനം ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ്. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പാട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക. ഉറച്ച് പാട്ടിട്ട് പോകുന്ന പലരെയും കാണുന്നുണ്ട്. നല്ല എക്കോയൊക്കെയുള്ള ഘും ഘും എന്നുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് കത്തിച്ച് വിട്ടങ്ങ് പോകും. ഇവർ ചുറ്റുമൊന്നും ശ്രദ്ധിക്കില്ല, ആ പാട്ടിലായിരിക്കും ഇവരുടെ മൈൻഡ് മുഴുവനും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാട്ട് വെച്ച് പോകുന്നവരാണെങ്കിൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മെല്ലെ മാത്രം പാട്ട് വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക.
ആ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. നിങ്ങൾ എത്ര മദ്യപിക്കുന്ന ആളോ അല്ലാത്ത ആളോ എന്തോ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഒരു ഫംഗ്ഷനിലായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ആളുകൾ നിർബന്ധിക്കും ഇച്ചിരി കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ ചിലരെങ്കിലും പറയും, ഇപ്പം സമയം ദേ ഇപ്പോൾ സന്ധ്യാസമയമായില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ആയില്ലേ, ഈ സമയത്തൊന്നും വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ശകലം വീശിയെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എത്ര സമ്മർദ്ദം ഉണ്ടായാലും നിങ്ങൾ മദ്യപിക്കരുത്. വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളിലൊന്നും നിങ്ങൾ പെടില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് എത്രത്തോളം വേദന ഉണ്ടാക്കും. നിങ്ങളുടെ ഒരു ആയുഷ്കാലം മുഴുവനും നിങ്ങളത് ഓർത്ത് ചിലപ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കൾ, അത് കഞ്ചാവായാലും ഈ ശംഭു പാൻ മസാല അതുപോലെയുള്ള സംഭവങ്ങളായാലും മറ്റ് ഏത് ടൈപ്പിലുള്ള ലഹരി വസ്തുക്കളായാലും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരു കാരണവശാലും ഇത് നമ്മുടെ ഒരു അപേക്ഷയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം നമുക്കുമുണ്ട് മക്കൾ, അവർ പഠിക്കാൻ പോകുന്നു, രാവിലെ പഠിക്കാൻ പോകുന്നു, വൈകിട്ട് വരുന്നത് വരെ നമുക്ക് ആദ്യമാണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. കാരണം നമ്മൾ ഫോൺ തുറക്കുമ്പോഴേക്ക് കാണുന്നത് ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങളാണ് ഓരോ നിമിഷം തോറും ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾക്കിതൊക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ഇത് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കും. പക്ഷേ മറ്റൊരു ജീവനെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു അവകാശമില്ല. അത് നിങ്ങളുടെ മക്കളുടെ ജീവനായാലും ഭാര്യയുടെ ആയാലും ആരുടെ ജീവനായാലും നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നിങ്ങളുടെ അവകാശം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നശിപ്പിക്കുന്നതിനോട് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ജീവനം നിങ്ങൾക്ക് നശിപ്പിക്കാൻ ചിലപ്പോൾ അവകാശം ഉണ്ടായിരിക്കും. പക്ഷെ മറ്റു ഒരു ജീവികളുടെ ഒരു ഉറുമ്പിൻ്റെ ജീവൻ പോലും കളയാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഈ പറയുന്ന എൻ്റെ കാര്യമായാലും. അപ്പോൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക. യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുക. പിന്നെ മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് കഴിക്കുക. പിന്നെ ഒരുപാട് വിശന്ന് വാഹനം ഓടിക്കാതിരിക്കുക. വിശപ്പിന് എന്തെങ്കിലും ഒരിത്തിരി വെള്ളമോ എന്തെങ്കിലും ഒരെണ്ണം കഴിച്ചതിന് ശേഷം ആ വിശപ്പൊന്ന് കെട്ടിട്ട് വേണം വാഹനം ഓടിക്കാൻ. നല്ല വിശപ്പോട് കൂടി വാഹനം ഓടിക്കാനേ പാടില്ല. കാരണം ഒരുപാട് ഒരുപാട് വിശപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് BP ഒക്കെ ലോ ആയി പോകും. പെട്ടെന്ന് BP ലോ ആയിട്ട് കണ്ണിലിരുട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ പൊയ്ക്കളയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ തന്നെ മുന്നിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ടുള്ള ഒരു 5-6 വാഹനങ്ങളെയെങ്കിലും കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കുന്നതിൻ്റെ കൂടെ ഈ മുന്നിലുള്ള വാഹനങ്ങളെ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്. ആ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരെയും വണ്ടി കാത്തൊക്കെ നിൽക്കുന്ന മനുഷ്യരെയും റോഡ് ക്രോസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ കൂടി നിങ്ങളുടെ മൈൻഡ് വരണം. എന്നാൽ മാത്രമേ അതിന് സാധാരണ ഒരു വാഹനത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു സ്പീഡുണ്ട്. ആ സ്പീഡ് കീപ്പ് ചെയ്ത് വേണം നിങ്ങൾ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. അല്ലാതെ എനിക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് എനിക്ക് എത്തണം, എനിക്ക് ഹൈ സ്പീഡിൽ പോകണം, അടിച്ച് മിനി അങ്ങ് വിടാം, ഇനി അങ്ങനെ ക്യാമറ അടിക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ പൈസ അടച്ചാൽ മതിയല്ലോ എന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിലും അത് വലിയൊരു വിപത്തായിരിക്കും ചിലപ്പോൾ വരുത്തുന്നത്. ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൈകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ കുടുംബത്തിലുള്ളവരുടെ ആ ഒരു തേങ്ങലിൻ്റെ ഫലം നിങ്ങളുടെ ശിരസിൽ ഒരു ജന്മം മുഴുവനും നിങ്ങൾ തീരാത്തത്രയും വലിയ പാപമായിരിക്കും നിങ്ങളുടെ തലയിൽ വീഴാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സിഗ്നലുകളൊക്കെ വളരെ കറക്റ്റ് ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാനായിട്ടുള്ളത്. ഒരു വാഹനങ്ങളെയും നിങ്ങൾ മാക്സിമം ഓവർടേക്ക് ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വാഹനം കുറച്ച്
സ്പീഡ് കുറച്ച് ഓടിക്കുക. വീട്ടിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാതിരിക്കുക. കുറച്ച് നേരത്തെ ഇറങ്ങുക. എന്നിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് വാഹനം ഓടിച്ച് പോവുക. അല്ലാതെ സമയത്ത് ഇറങ്ങിയിട്ട്, അതായത് എവിടെയെങ്കിലും നിങ്ങൾ ചെല്ലാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള ആവശ്യമായിരിക്കും. ട്രെയിൻ പോകാനായിട്ട് ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജെറ്റ് വിട്ടാണൊക്കെ എങ്ങോട്ടും നോക്കാതെ ഇങ്ങനെ അങ്ങ് പോയിട്ട് ആരുടെയെങ്കിലും നെഞ്ചത്തേക്ക് ഇടിച്ച് കയറാനായിട്ട് ദയവ് ചെയ്ത് സഹോദരങ്ങളെ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെയെന്ന് വെച്ചാൽ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആളുകൾ നിൽക്കും. അതിൽ പ്രായമുള്ള ആളുകളും ഉണ്ടാവും. ചിലർക്ക് ചെവിക്ക് കേൾവി ശരിക്കും ഉള്ള ആളുകളും ആയിരിക്കില്ല. നിങ്ങൾ ജെറ്റ് വിട്ടിങ്ങ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കത്ത് കൂടിയില്ല. വാഹനം വരുന്നത് ചിലപ്പോൾ അവർ കാണത്ത് കൂടിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഹോൺ അടിച്ചാലും അവർക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ തന്നെ പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ച് നിർത്താൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ ഓവർ സ്പീഡിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ അപകടങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയേണ്ടത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാനായിട്ട് ഇടവരുത്തരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം 22,000 പേരിന് അടുപ്പിച്ച് സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണിത്. ഈ 22,000 പേരെന്ന് പറയുന്നതിൽ ഒരു 1000 പേര് കേട്ടാലും, അല്ലേ വേണ്ട ഒരു 200 പേര് എൻ്റെ വാക്കുകൾ കേട്ടിട്ട് അത് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ സാധിച്ചു എന്നാൽ അതിലൊരാളെങ്കിലും ഞാൻ പറയുന്നതൊന്ന് ഫോളോ ചെയ്താൽ അതെൻ്റെ വിജയമാണ്. എൻ്റെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോകളെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേക്കുറിച്ചായിരിക്കും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണങ്ങളെന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ ഈ വർദ്ധിച്ചു വരുന്ന ഈ ഒരു ആക്സിഡൻറ്റിന് ഇനിയെങ്കിലും ഒരു വിരാമം ഇടേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതുമാത്രമല്ല, സിഗ്നലുകളെല്ലാം കറക്റ്റ് ഫോളോ ചെയ്ത് വേണം നിങ്ങൾ വാഹനം ഓടിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ തളർച്ചയോ ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കാനായിട്ട് നിൽക്കരുത്. ഇതൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത സമയത്ത് നടക്കുന്ന ആക്സിഡൻറ്റുകൾക്കൊന്നും ഒരു കൈയും കണക്കുമില്ല. ഇന്നുകൂടി നടന്ന ആക്സിഡൻറ്റുകൾ എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞെട്ടിപ്പോവാണ്. ന്യൂസ് ചാനൽ തുറക്കാനേ തോന്നുന്നില്ല പേടിച്ചിട്ട്. പക്ഷെ സബ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ന്യൂസ് ചാനലിൽ എന്ത് വന്നാലും അപ്പോഴേ ഇങ്ങ് വരും. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മൂലം നമുക്ക് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കാൻ സാധിക്കാത്തതൊന്നും എടുക്കാനും അവകാശം നമുക്കില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ സഹോദരങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരും. ഒരുപാട് എനിക്ക് ഈ ഒരു ബോധവൽക്കരണം വേണം. എനിക്ക് ആളുകളുടെ മൈൻഡിലേക്കൊക്കെ ഈ ഒരു കാര്യം എനിക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നത്ര വീഡിയോ ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ഈ ഒരു സമൂഹത്തിനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.